ഹലോ ഗൈസ്, എന്നോട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഗൈസ്? എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനിവിടെ ഹാപ്പി ആയിട്ടിരിക്കുവാണ്. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിന്നൊരു ചിറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മൾ കുറച്ച് നാൾ ചിറ്റ് ചെയ്തിട്ട് ശരിക്കും പറഞ്ഞാൽ ക്ഷമ ചോദിക്കുവാണ് നിങ്ങളോട്. കാരണം ഞാൻ വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡെയിലി വീഡിയോസ് ഇടാമെന്ന്. നല്ല ആഗ്രഹമുണ്ട്, ഞാൻ ശരിക്കും ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷേ പറ്റണില്ല. വേറൊന്നും കൊണ്ടല്ല, നമ്മൾക്കിപ്പോൾ ഒരു 4-5 ദിവസത്തെ ഗ്യാപ്പ് വന്നിട്ടുണ്ട് വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട്. ഞാൻ ഡെയിലി ചലഞ്ച് എടുത്തിട്ടുണ്ടായിരുന്നു, 100 ഡേയ്സ് വീഡിയോസ് ഇടാൻ ചലഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കത് പറ്റിയില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയുവാണ്, എനിക്കൊരു വാവയുണ്ട്, ഒരു 9 മാസമായി ഇപ്പോൾ അവന്. പക്ഷെ അവനാണെന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്കെങ്ങും കിടക്കത്തില്ല. അപ്പോൾ തന്നെ കിടന്ന് കളിക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് സമയം ഒട്ടും ഗ്യാപ്പ് കിട്ടത്തില്ല. പിന്നെ ഞാൻ കൂടുതലും ചെയ്യുന്നത് വോയിസ് ഓവർ വീഡിയോസ് ആയിരിക്കും. നമ്മൾ ലോങ് വീഡിയോസ് എടുത്തിട്ട്, അപ്പോൾ വോയിസ് ഓവർ ചെയ്യുമ്പോൾ നമ്മൾ റെക്കോർഡിങ് ചെയ്യുന്ന ഒരു സ്ഥലം സൈലൻ്റ് അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ടുള്ള വോയിസ് ഓവർ കൊടുക്കാൻ വേണ്ടി പറ്റില്ല. ഭയങ്കര സൗണ്ട് ഡിസ്റ്റർബൻസ് ഒക്കെ ആയിരിക്കും. അപ്പം ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് അവന് ഫീഡ് ചെയ്തിട്ടായിരിക്കും. മൾട്ടി ടാസ്ക് ചെയ്തിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ ഫീഡ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ അവൻ അല്ലെങ്കിൽ ഒന്നെങ്കിൽ ഉറങ്ങുന്ന ഒരിക്കലും കിടന്നുറങ്ങത്തില്ല, നെഞ്ചത്ത് കിടന്ന് ഉറങ്ങത്തുള്ളൂ. അപ്പം ശ്വാസം വലിക്കുന്ന ശബ്ദമൊക്കെ ഈ വോയിസ് ഓവറിൽ വരാറുണ്ട്. അപ്പം ഞാൻ മാക്സിമം ടൈം ഒരു കുഞ്ഞ് ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ റെക്കോർഡിങ്ങിനൊക്കെ പോയി സമയം കണ്ടെത്തിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഒരു 5 ദിവസമായിട്ട് എനിക്ക് ഒട്ടും ഗ്യാപ്പ് കിട്ടുന്നുണ്ടായിരുന്നു. കുറേ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് ഒരു തുള്ളി പോലും ഗ്യാപ്പ് കിട്ടുന്നുണ്ടായിരുന്നില്ല. രാത്രിയിൽ തുറക്കുവാണെങ്കിൽ പോലും കുറച്ച് പാടായിരുന്നു. പിന്നെ രാവിലെ എഴുന്നേക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അതും പ്രശ്നമാകും. കാരണം അവൻ എപ്പോഴും ഞാൻ കൂടെ തന്നെ വേണവേ. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവൻ നേരത്തെ പല്ല് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം മേളിലും താഴത്തും പല്ലുണ്ട്. അപ്പോൾ ഈ പല്ലിൻ്റെ ആ ഒരു വേദന കൊണ്ടായിരിക്കാം കൂടുതലും അവൻ നമ്മുടെ പ്രസൻസ് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് വീഡിയോ ഷൂട്ടിംഗ് ഒന്നും നടക്കുന്നില്ല. ഷൂട്ട് ചെയ്ത വീഡിയോസ് ഉണ്ടെങ്കിൽ പോലും അത് എഡിറ്റ് ചെയ്യുന്ന കാര്യം ഭയങ്കര ടാസ്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഫോൺ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഫോണിന് ക്ലാരിറ്റി കുറച്ച് കുറവാണ്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫോണിന് അത്യാവശ്യം ക്ലാരിറ്റി ഉള്ളത് S25 Ultra ആണ് സാംസങ്ങിൻ്റെ. എൻ്റെ S21 FE ആണ്. രണ്ടും നല്ലതാണ്, പക്ഷേ കുറച്ചുകൂടി നന്നായിട്ട് നമുക്ക് ഫ്രണ്ട് ക്യാം വെച്ച് ഷൂട്ട് ചെയ്യാൻ നല്ലത് സാംസങ്ങിൻ്റെ S25 ആണ്. പക്ഷേ എൻ്റെ അത്രയും ഫ്രണ്ട് ക്യാമിന് അത്രയും ക്വാളിറ്റി ഇല്ല. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫോണിൽ ഷൂട്ട് ചെയ്ത കുറേ വീഡിയോസും ഉണ്ട്. പക്ഷേ എൻ്റെ ഫോണിലേക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഗ്യാപ്പ് കിട്ടുന്നില്ല. കാരണം ഓൾറെഡി ഞാൻ ഷൂട്ട് ചെയ്ത കുറേ വീഡിയോസ് ഫോണിലുള്ളത് കൊണ്ട് തന്നെ അത് എഡിറ്റ് ചെയ്ത് എക്സ്പോർട്ട് ചെയ്താൽ മാത്രമേ കുറച്ച് സ്പേസ് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഈ ഫോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ച പ്ലാൻ ചെയ്ത വീഡിയോസ് ഒന്നും എനിക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പറ്റാത്തതുകൊണ്ടാണ് ഇത്രയും ഡിലേ വന്നത്. ഇനി അത് ഉണ്ടാവത്തില്ല. ഇന്ന് തുടങ്ങിയിട്ട് നമുക്ക് ഡെയിലി വീഡിയോസ് ഉണ്ടായിരിക്കും. ഐ പ്രോമിസ്. എല്ലാ ദിവസവും വൈകുന്നേരം 5:00 ചാനലിൽ കയറി നോക്കിയാൽ മതി. ഞാൻ കുറേ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് വീഡിയോസ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും വേണം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഒരു സാഹചര്യം ഇതായത് കൊണ്ടാണ് വീഡിയോസ് ഇടാൻ വേണ്ടി പറ്റാത്തത്. ഞാൻ ഒത്തിരി ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷേ എനിക്ക് ഒട്ടും ഗ്യാപ്പ് കിട്ടുന്നില്ല. പിന്നെ നമ്മൾ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ ഇവിടെ. വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കണം, കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കണം, പിന്നെ ഹസ്ബൻഡ് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ അതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ എല്ലാ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യേണ്ട ഒരു തിരക്കുമുണ്ട്. പക്ഷേ ഞാൻ എന്നിരുന്നാലും സമയം കണ്ടെത്തി ചെയ്തിട്ടുന്നൊരു കാര്യമാണ്. പക്ഷേ ഒരു തുള്ളി പോലും ഗ്യാപ്പിന് കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ ആക്ച്വലി വീഡിയോസ് ഇടാൻ വേണ്ടി പറ്റാതിരുന്നത്. ഇപ്പം ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സാഹചര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവനിപ്പോൾ വീട്ടിലില്ല. അവനെയും കൊണ്ട് ഹസ്ബൻഡ് കടയിൽ പോയേക്കുവാണ്. അപ്പോൾ ആ ഒരു കുഞ്ഞ് ഗ്യാപ്പിലാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ സാഹചര്യം. അവൻ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര ബഹളമായിരിക്കും. അപ്പോൾ നമുക്ക് റെക്കോർഡ് ചെയ്യാനൊന്നും പറ്റത്തില്ല. പിന്നെ നമുക്ക് ഷൂട്ട് ചെയ്യുന്ന സമയത്താണെങ്കിൽ ഭയങ്കര കാറും ചുമ്മാ ദേഷ്യപ്പെട്ടിട്ടല്ല, അവനിങ്ങനെ ചുമ്മാ നമ്മൾ കണ്ടിങ്ങനെ കൂവി വിളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് വീഡിയോ ഷൂട്ടിംഗ് ഒന്നും നടക്കത്തില്ല. അപ്പോൾ അങ്ങനെ പെൻഡിങ്ങായി പോയതാണ് കേട്ടോ. അപ്പോൾ ഇനി അത് ഉണ്ടാവത്തില്ല. ഐ പ്രോമിസ്. എന്തായാലും ഇന്നോട്ട് വൈകുന്നേരം 5:00 വീഡിയോ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും നോക്കുക. നിങ്ങളുടെ സപ്പോർട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഈ ചാനൽ തുടർന്നുകൊണ്ട് പോകുന്നത്. സോ അതായിരുന്നു എനിക്ക് പറയാനുണ്ടായിരുന്നത്. എൻ്റെ ഒരു സാഹചര്യം ഇതാണ്, നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ ഞാൻ മാക്സിമം 2 വീഡിയോസൊക്കെ ഇടാൻ വേണ്ടിയിട്ട് നോക്കാം ഒരു ദിവസം, നമ്മുടെ ആ ഒരു ചലഞ്ച് ഒന്ന് കോപ്പപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം എനിക്കറിയാം ഒരുപാട് ഗ്യാപ്പ് വന്നിട്ടുണ്ട്. എനിക്ക് മനസ്സിലാവും സാഹചര്യം ഇതായതുകൊണ്ടാണ്. പിന്നെ ഒരു കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ, ഞാൻ ഇന്ന് തുടങ്ങിയിട്ട് ഷുഗർ കട്ട് സ്റ്റാർട്ട് ചെയ്യുവാണ്. എത്രത്തോളം പോസിബിൾ ആയിരിക്കും എന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ മാക്സിമം ട്രൈ ചെയ്യും. ഇന്ന് May 12, ഇന്ന് തുടങ്ങിയിട്ട് ഞാൻ ഷുഗർ കട്ട് സ്റ്റാർട്ട് ചെയ്യുവാണ്. വെയിറ്റ് ലോസ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം. കാരണം ഞാൻ വിചാരിക്കുന്ന പോലെ ഒന്നും വെയിറ്റ് ലോസ് പറ്റുന്നില്ല. കാരണം ഞാൻ കുറച്ച് നാളായിട്ട് ഷുഗർ കട്ട് എടുത്ത് ഓക്കെ ആയി പോയിക്കൊണ്ടിരുന്നതായിരുന്നു. അപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ക്രേവിങ് തുടങ്ങിയിട്ട് ഞാൻ ഷുഗർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിക്കാൻ. പിന്നെ എനിക്ക് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഡിസൈഡ് ചെയ്തു ഇന്ന് തുടങ്ങിയിട്ട് ഷുഗർ കട്ട് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത്. ഇന്നാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഓവർനൈറ്റ് ഓട്സ് ആണ് കഴിക്കുന്നത്. അപ്പോൾ ഓവർനൈറ്റ് ഓട്സിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സമയം കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അപ്ലോഡ് ചെയ്യാം, നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും. അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ അതിൽ ചേർക്കുന്നത് മധുരത്തിന് തേനായിരുന്നു കേട്ടോ. പക്ഷേ ഇവിടെ കിട്ടുന്ന തേനാണെങ്കിൽ പോലും അതിൽ ഷുഗർ സിറപ്പാണ് കൂടുതലും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ആ ഷുഗർ സിറപ്പ് ഉള്ള ആ ഒരു തേൻ അങ്ങ് അവോയ്ഡ് ചെയ്തേക്കാന്ന്. അപ്പോൾ ഞാൻ മധുരത്തിന് അതിലിപ്പം ചേർക്കുന്നത് ജസ്റ്റ് പഴം മാത്രമാണ്. അപ്പോൾ ഇന്ന് തുടങ്ങിയിട്ട് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിച്ച് നോക്കിയപ്പോൾ കുഴപ്പമില്ല, വലിയ മധുരം ഇല്ലെന്നേ ഉള്ളൂ, കഴിക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റൊക്കെയാണ്.
അപ്പോൾ ഞാൻ കരുതി ഇന്നോട്ട് അങ്ങനെ ഷുഗർ കട്ടങ്ങ് സ്റ്റാർട്ട് ചെയ്ത് പയ്യെ ആ ഒരു സ്റ്റെപ്പ് എടുക്കാമെന്ന്. എത്രത്തോളം കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇടയ്ക്ക് ക്രേവിംഗ് ഒക്കെ വരുമ്പോൾ നമ്മൾ ബ്രേക്ക് ചെയ്യേണ്ടിയൊക്കെ വരും. പക്ഷേ എന്നിരുന്നാലും ഞാൻ ട്രൈ ചെയ്യും അതൊന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എൻ്റെ ഒരു ടാർഗറ്റ് വെയിറ്റ് ഉണ്ട് എൻ്റെ മൈൻഡിൽ. എനിക്ക് ആ ഒരു വെയിറ്റിലേക്ക് എത്തിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. കാരണം എനിക്ക് വിചാരിക്കുന്ന പോലെ ഡാൻസ് ഒന്നും കളിക്കാൻ വേണ്ടി ഇപ്പോൾ പറ്റുന്നില്ല കാര്യമായിട്ടും. അപ്പോൾ അതെന്നെ ശരിക്കും സങ്കടപ്പെടുത്തുന്നുണ്ട്. കാരണം ഡാൻസ് എൻ്റെ ഒരു പാഷനാണ്. നിങ്ങൾ കാണാത്തവർക്ക് വേണ്ടി ജസ്റ്റ് പറയാം, എൻ്റെ പ്ലേലിസ്റ്റ് കയറി നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് ഡാൻസ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഡാൻസ് കവേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലേലിസ്റ്റ് തന്നെ ഉണ്ട് നമുക്ക്. അപ്പോൾ ഒരുപാട് ഡാൻസ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. പക്ഷേ എനിക്കിപ്പോൾ ഇതൊന്നും പറ്റുന്നില്ല. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം ഷൂട്ടിങ്ങോ എഡിറ്റിങ്ങോ ഡാൻസിങ്ങോ ഇതൊന്നും നടക്കുന്നില്ല. പക്ഷെ നമ്മൾ ഇതൊക്കെ റെഡി ആക്കിയിട്ട് മോർ പവറായിട്ട് തിരിച്ചു വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഇനി എന്തായാലും വേണം. അപ്പോൾ അതായിരുന്നു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസാണ് വേണ്ടതെന്നുള്ളത്. അപ്പോൾ കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റ, ടേക്ക് കെയർ, ആൻഡ് ദിസ് അന്നു സൈനിങ് ഓഫ്.